ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ കുറുമയാണ്. അതായത് ബട്ടർ മാത്രം ഉപയോഗിച്ചുള്ള കുറുമ. അത് കോളിഫ്ലവർ നമുക്കൊന്ന് തിളപ്പിച്ച വെള്ളത്തിലൊന്നിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. കാരണം എന്താ വെച്ചാൽ അതിലെല്ലാം അണുക്കളാണ്, പുഴുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ചട്ടി വെക്കുക, ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മളെ കോളിഫ്ലവറും ക്യാരറ്റും ഉരുളങ്കിഴങ്ങും കൂടെ മൂപ്പിച്ചെടുക്കുക. ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട്, പിന്നെ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യത്തിൽ തന്നെ നല്ല മണമാണ്. എന്ത് രസമാണ് കഴിക്കാൻ, കറിയെന്നറിയാം. അതിനുശേഷം ഒരു മുറി തേങ്ങ, ഒരു ഗ്രാമ്പു, ഒരു ഏലക്ക, ഒരു പട്ട, ഒരു 2-3-4 അണ്ടിപ്പരിപ്പ്, പിന്നെ ഒരു ഇത്തിരി പെരിഞ്ചീരകം, ഇതൊക്കെ കൂടെ കൂട്ടി നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം അത് കോരിയെടുത്ത ശേഷം പിന്നെ ഒരു സവാള നന്നായി ചെറുതാക്കിയിട്ട ശേഷം നന്നായി വഴറ്റിയെടുക്കുക. ഒരു 5-6 പച്ചമുളക് ഇട്ട് കൊടുക്കുക. കാരണം വേറൊരു നമ്മൾ ചേർക്കുന്നില്ല, മുളകും പൊടി ഒന്നുമില്ല. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മുപ്പിച്ച് നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമുളകൊക്കെ പോയതിന് ശേഷം പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളകിൻ്റെ എരിവ് മാത്രം, പിന്നെ കുരുമുളക് പൊടി മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ കറിവേപ്പില. നല്ല രസമുള്ള കറിയായിരുന്നു കേട്ടോ. അത് കണ്ടിരിക്കുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻസൊക്കെ ആരെങ്കിലും നിങ്ങളുടെ കുടുംബക്കാർക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക. എന്നിട്ട് ബട്ടർ വീണ്ടും ഇട്ടെടുത്ത് ബട്ടർ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നതിന് ശേഷം 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അത് ഇട്ടെടുക്കുക. എന്നതിന് ശേഷം പിന്നെ നമ്മൾ വേവിച്ചെടുത്ത് വെച്ച ഉരുളങ്കിഴങ്ങും ഇതൊക്കെ ഉണ്ടല്ലോ, കോളിഫ്ലവറൊക്കെ കൂടെ അതൊക്കെ കൂടെ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം പിന്നെ നമ്മൾ തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1/4 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 2 മുട്ട ഇങ്ങനെ ആക്കി ഫ്രൈ ആക്കിയിട്ട് അതും അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഒരു കഴിക്കാനും തോന്നും മുട്ട കാണുമ്പോഴേ. അതിന് വേണ്ടി ചെയ്താൽ നല്ല രസമുള്ളൊരു കറിയാണ്. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റ്. ചപ്പാത്തിലേക്ക് നെയ്ച്ചോറിലൊക്കെ പറ്റും. നല്ല രസം ഉണ്ടായിരുന്നു.